ധാരാളം പാഠങ്ങളും പഠനങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മളൊക്കെ ജീവിതത്തോട് ഫൈറ്റ് ചെയ്യുന്നു, നമ്മുടെ നേരായ വഴിക്ക് പോകുന്നു. മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നവരെ നമ്മൾ ആ തടസ്സം മാറ്റി മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഭരണകൂടം ഉറപ്പ് തന്ന തടസ്സങ്ങൾ നീക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിന് കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പരാതി കൊടുക്കുന്നത്, പരാതിക്ക് കാരണമായ സംഭവങ്ങൾ തുടർന്നും ഉണ്ടാകുന്നു, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിലവിൽ കൂടുതൽ പ്രതികൾ ചേർക്കപ്പെടുന്ന അങ്ങനെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഈ അടുത്ത ഓരോ ദിവസങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പേര് പറഞ്ഞു വെക്കുന്നുണ്ട്, മെയിലായി പരാതി കൊടുക്കുന്നുണ്ട്. അല്ല, നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഹരിത കേരള ക്യാമ്പയിൻ നിങ്ങൾക്കറിയാമല്ലോ. മാലിന്യമുക്ത നവകേരളം. ആ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകണം, ആ ക്യാമ്പയിൻ്റെ ഭാഗമാകണം. നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ദുർഗന്ധങ്ങൾ, ആ ദുർഗന്ധങ്ങൾ നമുക്ക് ദുർഗന്ധരഹിതമായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അതിനെ ഒന്ന് നമ്മളതെടുത്ത് നമ്മൾ എറിയാതിരിക്കണം. മറ്റൊന്ന്, എറിയുന്നവരെ കണ്ടാൽ അവരെ തിരുത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക, അതിന് ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ളൊരു ഗവൺമെൻറ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതുമായി മുന്നോട്ട് പോകുന്നു. പിന്നെ ഒളിഞ്ഞിരുന്ന് മാലിന്യങ്ങൾ എറിയുന്ന ആളുകളെ നമുക്ക് എല്ലാവരെയും അടിച്ച് തൂത്ത് വൃത്തിയാക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഈ മാലിന്യം വൃത്തിയാക്കാൻ ഉത്തരവാദിത്വമുള്ളവർ, ആ ഉത്തരവാദിത്വമുള്ളവർ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം, അതാണ് ഞാൻ ഏറ്റെടുത്തത്. അതുപോലെ ധാരാളം സ്ത്രീകളും ഏറ്റെടുത്തിട്ടുണ്ട്, പുരുഷന്മാരും ഏറ്റെടുത്തിട്ടുണ്ട്. ആ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എല്ലാ മനുഷ്യരും ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാനും ഏറ്റെടുത്തു. അതിനൊരു റിസൾട്ട് ആദ്യമായി ഉണ്ടായിരിക്കുന്നു. കേരള പോലീസിന് സല്യൂട്ട് ചെയ്യുന്നു. കേരളത്തിലെ ഗവൺമെൻറ്റിൽ ഉറച്ച വിശ്വാസം ഉണ്ട്. അതുമായി മുന്നോട്ട് പോകും. ഈ അറസ്റ്റ് ചെയ്ത ശേഷവും ഷാജഹാൻ പറഞ്ഞത് ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഇനി ഇത് തുടരുമെന്നാണ്. അതായത് ഈ അധിക്ഷേപം തുടരുമെന്ന സൂചന. അതെ അതിപ്പോൾ അത് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നോ അതൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ പുള്ളിയോട് ചോദിക്കണം. ധൈര്യപ്പെട്ട ഷാജഹാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ. അതൊന്നും ഞാൻ പറയണ എങ്ങനെയാണ്, അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ. അപ്പം അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ റൈറ്ററായിട്ടുള്ള ഏണസ്റ്റോ ഹെമിംഗ്വേ, അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. 82 ദിവസം നടുക്കടലിൽ ഒരു മീനെ പോലും കിട്ടാതെ മാനസികമായി പ്രയാസപ്പെട്ട് ഇരുന്ന സമയത്താണ് വലിയൊരു മീൻ തന്നെയും കുത്തിവലിച്ചുകൊണ്ട്, തൻ്റെ ചൂണ്ടയെയും കുത്തിവലിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ അഗാധതകളിലേക്ക്, ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ വലിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷെ ഫൈറ്റ് ചെയ്ത് ആ മനുഷ്യൻ ആ മീനുമായി, അതിൻ്റെ എല്ലുമായി മുള്ളുമായി കരക്കടിയുന്നതാണ് ആ നാട് കാണുന്നത് എന്നാണ് ആ പുരസ്കാരം ലഭിച്ച ആ നോവൽ പറയുന്നത്. ഇന്ന് നമ്മളിപ്പോൾ ഇന്ത്യ മുഴുവൻ നവരാത്രി ആഘോഷിക്കാൻ പോവാണ്. നമുക്കതിൽ നിന്ന് കിട്ടുന്നത്, ഏത് ഐതിഹ്യങ്ങളും പുരാണങ്ങളും നമുക്ക് തരുന്നത് നിലനിൽക്കുന്ന സാമൂഹ്യ ജീവിതത്തിൽ സാമൂഹ്യ തിന്മകളെ നേരിട്ട് കൊണ്ട് മുന്നേറാനുള്ള കരുത്താണ്. നവരാത്രി സങ്കല്പം നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ ദേവന്മാരും പരാജയപ്പെട്ടിടത്ത് ദുർഗായുടെ അവതാരം വരികയാണ്. ആ നിഷ്ഠൂരനായ അസുരനെ നിഗ്രഹിക്കുന്ന, തിന്മയെ നിഗ്രഹിക്കുന്ന നവരാത്രിയുടെ മഹോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. നന്ദി.